നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അധികം ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കാതിരുന്ന എന്നാൽ ഇപ്പോൾ സജീവമായി ഇടം പിടിച്ച എം മാണിയുടെ ഒരു വാർത്ത പുറത്തുവരികയാണ്. ഗവർണർക്കെതിരെ കടുത്ത അധിക്ഷേപ പരാമർശങ്ങളുമായി ഉടുമ്പൻചോല MLA എം മണി രംഗത്ത്. ഭൂപതിവ് ബില്ലിൽ ഒപ്പുവെക്കാത്ത ഗവർണർ നാറിയാണെന്നാണ് കട്ടപ്പനയിലെ LDF പൊതുയോഗത്തിൽ MLA പറഞ്ഞത്. ബില്ലിൽ ഒപ്പുവെക്കാത്ത ഗവർണർക്കെതിരെ LDF ഇടുക്കി ജില്ലാ കമ്മിറ്റി രാജ്ഭവൻ മാർച്ച് നടത്താനിരിക്കെയാണ് ഈ ഒരു പരാമർശം അദ്ദേഹം നടത്തിയത്. അതേസമയം ആരിഫ് മുഹമ്മദ് ഖാനെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ വിമർശനം ഉന്നയിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു പരാമർശം. 9 പരിപാടിയിൽ പ്രസംഗിക്കാൻ ആരും കാണരുത്, നമുക്കിട്ട പണിതുകൊണ്ടിരിക്കുകയാണ് ഗവർണർ. നിയമസഭ പാസാക്കുന്ന ബില്ലിൽ ഒപ്പിടുന്നുമില്ല. നിങ്ങൾ എല്ലാവരും കൂടെ തിരഞ്ഞെടുത്ത് അയച്ചതല്ലേ ജനപ്രതിനിധികളെ? അവർ പാസാക്കിയതാ നിയമം. അത് ഒപ്പിടാത്ത നാറിയ നിങ്ങൾ കച്ചവടക്കാർ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് സ്വീകരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ശുദ്ധ മര്യാദകേടെന്നാണ് എന്റെ അഭിപ്രായമെന്നാണ് എം മണി പറയുന്നത്. ഇവിടത്തെ ജനങ്ങളുടെ ഭാഗമല്ലേ കച്ചവടക്കാർ? അതോ നിങ്ങൾ ഭൂട്ടാനിൽ നിന്ന് വന്നതാണോ? ഇത് ശരിയല്ല എന്നും ഇത്തരം കളികൾ നിങ്ങൾ പോകേണ്ട കാര്യമില്ല എന്നാണ് എം മണി പറയുന്നത്. സമയമുണ്ട്, അന്ന് ഇടുക്കി ജില്ലാ പ്രവർത്തനങ്ങളാണോ എന്ന് തീരുമാനിക്കാമല്ലോ എന്നും ഏതായാലും പുനരാലോചിക്കണമെന്നാണ് എന്റെ അഭിപ്രായമെന്നാണ് എം മണി പറയുന്നത്. ഭൂപതിവ് നിയമം ഒപ്പിടാത്ത ഗവർണർ ജില്ലയിൽ പ്രവേശിക്കുന്നത് ഇടുക്കിയിലെ ജനങ്ങളുടെ മുഖത്ത് കരുവാരി തേക്കുന്ന 4ാം തരത്തിലെ 5ാം തരം പണി എന്നാണ് ഇപ്പോൾ എം മണി പറയുന്നത്. അസഭ്യ വർഷങ്ങളാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ നിലവാരം കുറഞ്ഞ വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നു. വാർത്തകളിൽ പോലും പറയാൻ കഴിയാത്ത തരത്തിലുള്ള വാർത്തകൾ അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഗവർണറെ ഒരു ബഹുമതി കൊടുത്ത് നമ്മൾ ആദരിക്കുന്ന ഗവർണറെയാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹം വിളിച്ചിരിക്കുന്നത്. കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന കാരുണ്യം എന്ന വ്യാപാരി കുടുംബക്ഷേമ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനാണ് ഗവർണർ ജില്ലയിൽ എത്തുന്നത്. സൊസൈറ്റിയിലെ അംഗങ്ങൾക്കും കുടുംബത്തിനുമുള്ള ധനസഹായ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടന യോഗത്തിൽ ധനസഹായം വിതരണം ചെയ്യും. എന്തായാലും അദ്ദേഹം ഇടുക്കിയിൽ എത്തുമ്പോൾ എന്തൊക്കെ സംഭവ വികാസങ്ങൾ നടക്കുമെന്ന് കണ്ടറിയാം.